ഇന്ന് ശനിയാഴ്ച. ഇന്നെന്റെ മോൻ വന്ന ദിവസമാണ്. അതിരാവിലെ തന്നെ അവൻ എത്തിയിരുന്നു. അവൻ വന്ന സമയത്ത് ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു. ഇന്നലെ എനിക്ക് നല്ല തലവേദനയായിരുന്നു. അത് കാരണം എനിക്ക് ഉറങ്ങാൻ ഒരുപാട് ലേറ്റായി. ഒരു 2-2:30 ആയിട്ടുണ്ടാവും ഞാൻ ഉറങ്ങിയപ്പോൾ. മോനാണ് എന്നെ വന്ന് വിളിച്ചുണർത്തിയത്. അവൻ അവൻ്റെ ബാഗ് പോലും അഴിച്ചു വെക്കാതെ നേരെ എൻ്റെ മുറിയിലാണ് വന്നത്. ഞാൻ കണ്ണു തുറന്ന ഉടനെ തന്നെ ഹാപ്പി ബർത്ത്ഡേ അമ്മ എന്ന് പറഞ്ഞ് ഒരു പൊതി എടുത്ത് എൻ്റെ കയ്യിൽ തന്നു. അത് ഓപ്പൺ ചെയ്തപ്പോൾ ഒരു ഹാൻഡ് ബാഗാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സാധനം. മോളും എനിക്ക് ആദ്യമായിട്ട് ഗിഫ്റ്റ് തന്നത് ഒരു ബാഗാണ്, ഹാൻഡ് ബാഗാണ്. അത് ഇന്നും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അവളുടെ മോന് 14 വയസ്സായി. ഇപ്പോഴും ഞാനത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ബാഗിനോടൊപ്പം 2 കീ ചെയിനും ഉണ്ടായിരുന്നു. ഇതേ സാധനം ഞാൻ ഇവിടുത്തെ ലുലുവിലും പോത്തീസിലൊക്കെ നോക്കിയിരുന്നു, ഒരിടത്തും കിട്ടിയിരുന്നില്ല. പക്ഷെ എൻ്റെ മനസ്സറിഞ്ഞതുപോലെ എൻ്റെ മോൻ വന്നപ്പോൾ എനിക്ക് അതും കിട്ടി. മോൻ ഇതിനു മുമ്പ് എനിക്കൊരു ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. 10ലാണോ +2 ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഈ സമയത്തൊരു എക്സ്കർഷൻ സ്കൂളിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എറണാകുളത്തുള്ള ലുലു മോളിൽ നിന്ന് എനിക്കൊരു ഹാങ്ങിങ്സ് വന്നപ്പോൾ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാനത് ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അവൻ്റെ കല്യാണം കഴിയുമ്പോൾ അവൻ്റെ വൈഫിന് ഞാനത് കൊടുക്കും. മോൻ എനിക്ക് ആദ്യമായി തന്ന ഗിഫ്റ്റാണെന്ന് പറഞ്ഞ് കൊടുക്കണം, അതാണ് എൻ്റെ ആഗ്രഹം. ഞാൻ ഹാങ്ങിങ്സ് ഇടാറില്ല. നിർത്തിയിട്ട് ഏകദേശം ഒരു 25 വർഷത്തിൽ കൂടുതലാവും. ഇത് ഫ്രിഡ്ജ് മാഗ്നറ്റ് ആണ്. ഇതിന്റെ ഇതേപോലെ 2 ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇത് ബാഗിന്റെ കൂടെ കിട്ടിയതാണെന്ന് തോന്നുന്നു. രാവിലെ എനിക്ക് സമയം വളരെ കുറവാണ്. അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ തന്നെ എന്തെങ്കിലും തട്ടിക്കൂട്ടാനേ പറ്റത്തുള്ളൂ. ഇന്ന് മോൻ വന്നുകൊണ്ട് ഒരു എഗ് ബിരിയാണി ഉണ്ടാക്കണം. പിന്നെ അവന് രാവിലെ അപ്പവും ചമ്മന്തിയും വേണമെന്ന് പറഞ്ഞു. ആദ്യം അരി അടുപ്പത്തിട്ടു, ഇനി അപ്പം ചുടണം. ഫ്രിഡ്ജിൽ അപ്പത്തിന്റെ മാവിരിപ്പുണ്ട്. അതെടുത്ത് നേരത്തെ പുറത്തു വെക്കണമായിരുന്നു, ഞാനത് ഓർത്തില്ല. എനിക്കത് മറന്നുപോയി. പപ്പാക്കും മോനും അപ്പം ഇഷ്ടമാണ്. എന്നാൽ ചമ്മന്തി മോന് കട്ടിയായിട്ടുള്ള ചമ്മന്തി ഇഷ്ടം, പപ്പാക്ക് ഒഴിക്കുന്ന ചമ്മന്തി ഇഷ്ടം. അങ്ങനെ 2 പേർക്കും ചമ്മന്തിയുടെ കാര്യത്തിൽ 2 ഇഷ്ടമാണ്. എന്തായാലും ഞാനിപ്പോൾ കട്ടിച്ചമ്മന്തിയാണ് അരയ്ക്കുന്നത്. വീഡിയോയ്ക്ക് നീളം കൂടി പോയെങ്കിൽ സ്കിപ്പ് ചെയ്ത് കണ്ടോളൂ. ചെടികൾക്ക് ഇടയ്ക്കിടെ, അതായത് ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഞാൻ വെള്ളം മാറ്റും. ഇല്ലെങ്കിൽ മിക്കവാറും കൊതുക് മുട്ടയിടും. എനിക്ക് ചെടികൾ ഇഷ്ടമാണ്. പക്ഷേ എന്തുകൊണ്ടോ എനിക്ക് എല്ലാ ചെടികളും എനിക്ക് വാഴില്ല. ചില ചെടികൾ മാത്രമേ ഞാൻ വെച്ചാൽ ശരിയാവാറുള്ളൂ. ഇതുപോലുള്ള ചെടികൾക്ക് കൂടുതൽ കരുതലൊന്നും വേണ്ട. ഇത് വല്ലപ്പോഴും കൂടി ഇതിനെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അതുകൊണ്ട് കൂടിയാണ് ഞാൻ ഇങ്ങനെയുള്ള ചെടികൾ തന്നെ വളർത്തുന്നത്. എനിക്ക് മട്ടനും ചിക്കനും ഒന്നും വേണ്ടുമ്മ. ഉമ്മ ഉണ്ടാക്കുന്ന സാധാരണ ഉമ്മായും പപ്പായും എന്താണ് വീട്ടിൽ കഴിക്കുന്നതോ, നോർമൽ കഴിക്കുന്നതോ അത് മതി എനിക്കും. എനിക്ക് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് ഒന്നും ഉണ്ടാക്കണ്ട. മട്ടനും ചിക്കനും ഒട്ടും വേണ്ട എന്ന് വന്നപ്പോൾ തന്നെ പറഞ്ഞിരുന്നു.
എൻ്റെ 2 മക്കൾക്കും പൊട്ടറ്റോ ഫ്രൈ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അവരുള്ളപ്പോൾ അവർക്ക് വേണ്ടി ലഞ്ച് റെഡിയാക്കുമ്പോൾ ഞാൻ അത് എപ്പോഴും ഉൾപ്പെടുത്തും. അത് അവർക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. എൻ്റെ വീട്ടിൽ വെളിച്ചം കുറവാണ്. പകലും ലൈറ്റ് ഇട്ടാലേ എനിക്ക് ജോലി ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു ലൈറ്റല്ല, 3-4 ലൈറ്റ് ഇട്ടാലേ എനിക്ക് അല്പമെങ്കിലും വെട്ടം കിട്ടുള്ളൂ. വെളിച്ചം മാത്രമല്ല, കാറ്റുമില്ല. എനിക്കാണെങ്കിൽ ഫാൻ വേണം, എപ്പോഴും ഫാൻ വേണം. ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ മാത്രം ഫാൻ ഇടാറില്ല. എൻ്റെ ഫാനിന് അല്പം ഒച്ച കൂടുതലാണ്. പിന്നെ മുകളിലത്തെ ഫാൻ ഇതാണെങ്കിൽ ഗ്യാസ് ഓഫായി പോകും. അതുകൊണ്ട് മുകളിലത്തെ ഫാൻ ഇടാറില്ല. സൈഡിലൊരു ഫാൻ വെച്ചിട്ടുണ്ട്, അതിന് അല്പം ശബ്ദം കൂടുതലാണ്. ഞാൻ നോൺ വെജിൽ ഇഷ്ടത്തോടെ കഴിക്കുന്നത് മുട്ടയും മീനുമാണ്. മീനിൽ എല്ലാ മീനും ഞാൻ കഴിക്കില്ല, ചില മീനുകൾ മാത്രം കഴിക്കും. ദിവസം ഒരു മുട്ട കഴിക്കാൻ ശ്രമിക്കാറുണ്ട്. ചില ദിവസങ്ങളിൽ കഴിക്കാൻ പറ്റാറില്ല. എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ്. വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി എത്രയും പെട്ടെന്ന് ഞാൻ വരും. അതുവരെ എല്ലാവർക്കും ബൈ.